ശബരിമലയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സ്വർണം കാണാതാകുന്നത് നമ്മൾ കേട്ടു. പക്ഷെ ഇപ്പോൾ അതിലും വലിയൊരു കൊള്ള നടന്നിരിക്കുകയാണ്. അതും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്. സംഭവം ലളിതമാണ്. ശബരിമല യുവതി പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ പുതിയ നിലപാട് അറിയിക്കാൻ വേണ്ടി പഴയ രേഖകളൊന്ന് തപ്പിയതാണ് നമ്മുടെ ദേവസ്വം ബോർഡ്. അപ്പോഴാണ് അവർ ഞെട്ടിയത്, അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഫയലും ബോർഡ് ആസ്ഥാനത്തില്ല. 2007 മുതലുള്ള സുപ്രധാന രേഖകൾ, സത്യവാങ്മൂലങ്ങൾ, മുൻകാല തീരുമാനങ്ങൾ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതിന് നമുക്ക് കൊള്ള എന്ന് വിളിക്കണോ, അതോ സർക്കാരിന്റെ മാന്ത്രിക വിദ്യ എന്ന് വിളിക്കണോ? വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, പക്ഷേ സത്യമാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്ന്, അതും ഇത്രയും വിവാദമായ ഒരു കേസിലെ ഫയലുകൾ എങ്ങനെയാണ് ഒന്നടങ്കം കാണാതാകുന്നത്? എലികൾ തിന്നതാണോ, അതോ ആരെങ്കിലും കടലാസ് തോണിയുണ്ടാക്കി പമ്പയിൽ ഒഴുക്കിയതാണോ? പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലതും ശരിയാകുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ തെളിവുകളും രേഖകളും വരെ അങ്ങ് ശരിയാക്കി കളഞ്ഞു. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്ന രേഖകൾ കാണാതായാൽ പിന്നെ കോടതിയിൽ എന്ത് പറയും? സാർ, ഞങ്ങളുടെ കയ്യിൽ രേഖയൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് യുവതികളെ കയറ്റണമെന്ന് പറയാനാണോ ഈ നീക്കം? ഇതിനെയാണ് ബുദ്ധിപരമായ നീക്കമെന്ന് സഖാക്കൾ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും തവണ നിലപാട് മാറ്റിയപ്പോഴുണ്ടായ ഫയലുകൾ ഇപ്പോൾ എവിടെ? ദേവസ്വം ബോർഡ് ഇപ്പോൾ വക്കീലന്മാരുടെ പിന്നിൽ നടക്കുകയാണ്. സാർ, നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച സ്വന്തം വീട്ടിലെ ആധാരം കാണാതായിട്ട് അയൽവാസിയോട് ചോദിക്കുന്ന അവസ്ഥയാണിത്. ഇത്രയും വലിയൊരു സ്ഥാപനം ഭരിക്കുന്നവർക്ക് ഒരു ഫയൽ പോലും സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബോർഡും ഈ ഭരണവും? ആദ്യം ശബരിമലയിലെ സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവ് കണ്ടു. അത് ചോദിച്ചപ്പോൾ പല ന്യായങ്ങളും പറഞ്ഞു. ഇപ്പോൾ രേഖകൾ പോയി, സ്വർണമാണെങ്കിൽ ഉരുകിപ്പോയി എന്ന് പറയാം. പക്ഷെ ഈ പേപ്പറുകൾ ഉരുകിപ്പോകില്ലല്ലോ. അതോ ആരെങ്കിലും ബോധപൂർവം തീയിട്ടതാണോ? ഭക്തരുടെ പണം എണ്ണാൻ ബോർഡിന് വലിയ കൃത്യതയാണ്. പക്ഷേ അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ മാത്രം ഇവർക്ക് നല്ല മറവി രോഗമാണ്. പിണറായി വിജയന്റെ കരുത്തുറ്റ ഭരണത്തിൽ ഫയലുകൾക്ക് പോലും പേടിയാണ്. അതുകൊണ്ടായിരിക്കും അവ ഒളിച്ചോടിയത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഒരു സാധാരണക്കാരന്റെ റേഷൻ കാർഡ് കളഞ്ഞു പോയാൽ സർക്കാർ ഓഫീസിൽ പലതവണ കയറിയിറങ്ങണം. പക്ഷെ ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന കോടതിയിൽ ഇരിക്കുന്ന കേസിലെ ഫയലുകൾ നിങ്ങളുടെ മൂക്കിന് താഴെ ഇരുന്നിട്ട് അതെവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇതൊരു സാധാരണ തിരോധാനമല്ല, ഇതൊരു ആസൂത്രിതമായ തിരക്കഥയാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ കാണിച്ച ആവേശം നമ്മൾ കണ്ടതാണ്. അന്ന് കോടതിയിൽ പലതവണ നിലപാടുകൾ മാറ്റി പറഞ്ഞു. ഇപ്പോൾ കോടതിയിൽ വീണ്ടും സത്യവാങ്മൂലം നൽകേണ്ടി വരുമ്പോൾ പഴയ കള്ളത്തരങ്ങൾ പൊളിയുമെന്ന് പേടിച്ചാണോ ഈ ഫയലുകൾ മുക്കിയത്? മുഖ്യമന്ത്രിയോടും ദേവസ്വം മന്ത്രിയോടുമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും CCTVയും ഒക്കെ എവിടെ പോയി? സ്വർണം പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് സ്വാഭാവികമാണെന്ന്. ഇപ്പോൾ രേഖകൾ പോയപ്പോൾ നിങ്ങൾ പറയുന്നു അത് ഉദ്യോഗസ്ഥരുടെ പിഴവാണെന്ന്. ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ആരെ രക്ഷിക്കാനാണ് ഈ തെളിവ് നശിപ്പിക്കൽ? ഭക്തരുടെ പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവരാണ് ദേവസ്വം ബോർഡിലെ ഓരോരുത്തരും. ഭക്തർ തരുന്ന പണം എണ്ണാൻ കാണിക്കുന്ന ആ ആവേശം അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? 2007-ലെയും 2016-ലെയും സത്യവാങ്മൂലങ്ങൾ കാണാതായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അത് മനഃപൂർവ്വം നശിപ്പിച്ചു എന്നാണ്. ഒറിജിനൽ രേഖകളില്ലാതെ കോടതിയിൽ പോയി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് കൈമലർത്താനാണോ നിങ്ങളുടെ പരിപാടി? ഒരു വശത്ത് നവോത്ഥാനം പ്രസംഗിക്കും, മറുവശത്ത് ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി തെളിവുകൾ ഇല്ലാതാക്കും. ജനങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പക്ഷെ അയ്യപ്പന്റെ നടയിൽ നടത്തുന്ന ഈ കള്ളക്കളിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പഴയ വക്കീൽമാരുടെ പിന്നിൽ പിച്ചച്ചട്ടി എടുത്ത് നടക്കുകയാണ്. ഒരു പകർപ്പ് തരുമോ എന്ന് ചോദിച്ച്. സ്വന്തം ആസ്ഥാനത്തെ ഫയലുകൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്തവർ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? ഈ ഫയലുകൾ വല്ല ആക്രിക്കടയിലും വിറ്റോ എന്നുകൂടി അന്വേഷിക്കണം. കാരണം ഈ സർക്കാരിന്റെ ഭരണത്തിൽ എന്തും സംഭവിക്കാം. തെളിവുകൾ നശിപ്പിച്ചാൽ സത്യമില്ലാതാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജനമനസ്സുകളിൽ ശബരിമലയോടുള്ള വിശ്വാസമുണ്ട്. അത് നിങ്ങളുടെ ഈ മാന്ത്രിക വിദ്യ കൊണ്ട് മായ്ക്കാൻ കഴിയില്ല. സ്ത്രീ സമത്വത്തിന് വേണ്ടി കോടികൾ ഒഴുക്കി മതിലുണ്ടാക്കിയവർക്ക് ആ സ്ത്രീ പ്രവേശന കേസിന്റെ ഒറിജിനൽ ഫയലുകൾ സൂക്ഷിക്കാൻ മടിയാണ്. മതിൽ പണിതപ്പോൾ സിമന്റ് കുറഞ്ഞോ എന്നറിയില്ല, പക്ഷെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ബുദ്ധി കുറഞ്ഞു പോയി എന്ന് ഉറപ്പാണ്. അതോ നവോത്ഥാനത്തിന്റെ പേരിൽ പഴയ സത്യങ്ങൾ ഇല്ലാതാക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ? ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇവർ പറയും, അയ്യോ സെർവർ അടിച്ചു പോയി, ഡിജിറ്റൽ ഫയലുകളും ഇല്ല എന്ന്. പ്രളയ ഫണ്ടിന്റെ കാര്യത്തിലും ലൈഫ് മിഷനിലും നമ്മൾ കണ്ടതാണ് ഈ കാണാതാകൽ നാടകം. ഇപ്പോൾ ഇതാ അയ്യപ്പന്റെ കാര്യത്തിലും അത് ആവർത്തിക്കുകയാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ ഫയലുകൾക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലാണെന്ന് തോന്നുന്നു.
സ്വർണ്ണാഭരണങ്ങളുടെ തൂക്കം കുറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഉരുകിപ്പോയതാണെന്ന്. കടലാസ് ഫയലുകൾ ഉരുകില്ലല്ലോ, അത് ആരെങ്കിലും കൊണ്ടുപോയി ആറ്റിൽ കളഞ്ഞു. ഭക്തർ കാണിക്കയിടുന്ന പണം എണ്ണാൻ മെഷീൻ വെക്കുന്നവർ ആ പണം കൊണ്ട് സംരക്ഷിക്കേണ്ട രേഖകൾക്ക് മാത്രം എന്തിനാണ് ഇത്ര പുച്ഛം കാണിക്കുന്നത്? ഇനി മുഖ്യമന്ത്രിയോടാണ് ചോദ്യം. നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ അംഗത്വ രജിസ്റ്റർ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണാതാകാറുണ്ടോ? ഇല്ല. കാരണം അത് നിങ്ങൾക്ക് പ്രധാനമാണ്. എന്നാൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന ശബരിമലയുടെ ചരിത്രം പറയുന്ന രേഖകൾ കാണാതാകുമ്പോൾ നിങ്ങൾക്ക് അതൊരു നിസ്സാര കാര്യമാണ്. ഇതൊരു ആദ്യത്തെ സംഭവമാണോ? ഒരിക്കലുമല്ല. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ കത്തിയത് നമ്മൾ കണ്ടു. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ ക്യാമറ ദൃശ്യങ്ങൾ ഇടിമിന്നിൽ പോയതും നമ്മൾ കണ്ടു. ഇപ്പോൾ ശബരിമലയിലെ ഫയലുകൾക്കും അതേ ഗതി തന്നെ. പിണറായി ഭരണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഏത് രേഖയ്ക്കും സ്വയം കത്താനോ പറന്നു പോകാനോ ഉള്ള കഴിവുണ്ട്. ഇതിനെയാണോ ഡിജിറ്റൽ കേരളം എന്ന് നിങ്ങൾ വിളിക്കുന്നത്? ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടി നവോത്ഥാനം നടപ്പാക്കാൻ പോയവർ ഇപ്പോൾ ആചാരങ്ങളുടെ അടിവേരിറക്കാൻ ഫയലുകൾ തന്നെ മുക്കി തുടങ്ങി. ശബരിമലയിലെ പണമെടുത്ത് പ്രളയ ദുരിതാശ്വാസത്തിന് കൊടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ രേഖകൾ സംരക്ഷിക്കാൻ ഒരു അലമാര പോലും ഇല്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ? ഇത് കേവലം അശ്രദ്ധയല്ല, ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ കാണാതായ രേഖകൾക്ക് പകരം സുപ്രീം കോടതിയിൽ വാദിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവരും. ആ പണം എവിടെ നിന്നാണ്? അയ്യപ്പന്റെ നടയിൽ ഭക്തർ വിയർപ്പൊഴുക്കിയിടുന്ന കാണിക്കപ്പണം. സ്വന്തം ഫയലുകൾ കളഞ്ഞു കുളിച്ചിട്ട് അത് ശരിയാക്കാൻ വീണ്ടും ഭക്തരുടെ പണം ഉപയോഗിക്കുന്ന ഈ നാണക്കേടിനെ എന്ത് പേരിട്ട് വിളിക്കണം? നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഒരു ഭരണകൂടം എങ്ങനെയാണ് സ്വന്തം വിശ്വാസ്യത തീ കൊടുത്ത് നശിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഇതിനെ വെറും ഒരു ഫയൽ കാണാതാകൽ എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. ഇത് ചരിത്രത്തെ കൊല ചെയ്യലാണ്. ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് കുന്നുകൂടി കിടക്കുന്ന ആയിരക്കണക്കിന് ഫയലുകളിൽ നിന്ന് ശബരിമല യുവതി പ്രവേശന കേസിന്റെ രേഖകൾ മാത്രം എങ്ങനെയാണ് കൃത്യമായി അപ്രത്യക്ഷമാകുന്നത്? ഇത് യാദൃശികമാണെന്ന് വിശ്വസിക്കാൻ നട്ടലുള്ള ആർക്കെങ്കിലും കഴിയുമോ? കോടതിയിൽ അയ്യപ്പന്റെ ആചാരങ്ങൾക്കായി വാദിക്കേണ്ടി വരുമ്പോൾ കയ്യിൽ ആയുധമില്ലാതാക്കാൻ നിങ്ങൾ നടത്തിയ ഈ കുബുദ്ധി ഭക്തർ തിരിച്ചറിയുന്നുണ്ട്. ജനാധിപത്യത്തിൽ രേഖകൾ എന്നത് ജനങ്ങളുടെ സ്വത്താണ്. അത് സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് ആ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? സ്വർണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ അത് മാനുപോയി എന്ന് പറയുന്നവർ രേഖകൾ ചോദിക്കുമ്പോൾ അത് കാണാതായി എന്ന് പറയുന്നത് പച്ചയായ വെല്ലുവിളി തന്നെയാണ്. പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് തെളിവുകൾ മായ്ച്ചു കളഞ്ഞവരുടെ സർക്കാർ എന്ന പേരിലായിരിക്കും. നിങ്ങൾ പണിയുന്ന പാവപ്പൊതികളും നിങ്ങൾ നടത്തുന്ന നവോത്ഥാന പ്രസംഗങ്ങളും വെറും പൊള്ളയാണെന്ന് ഈ ഒരു സംഭവം കൊണ്ട് വ്യക്തമായി. സ്വന്തം രേഖകൾ സൂക്ഷിക്കാൻ വക്കീൽമാരുടെ പടിക്കൽ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുന്ന ഒരു ബോർഡ് കേരളത്തിന് നാണക്കേടാണ്. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ആരാണ്? മുകളിൽ നിന്നുള്ള ഉത്തരവില്ലാതെ ഒരു ഫയലും അവിടെ നിന്ന് പറന്നു പോകില്ലെന്ന് എല്ലാവർക്കും അറിയാം. അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്നും ഏത് രേഖയും നശിപ്പിക്കാമെന്നും നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷെ കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ രേഖകൾ നശിപ്പിക്കാൻ നിങ്ങളുടെ ഒരു ഫയൽ ലോക്കറിനും കഴിയില്ല. സ്വർണവും വെള്ളിയും രേഖകളും നിങ്ങൾ മോഷ്ടിച്ചേക്കാം, പക്ഷെ സത്യം ഒരിക്കൽ പുറത്തു വരും. അന്ന് നിങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ആ ദിവസം ദൂരെയല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ട് വെറുതെ ഇരിക്കരുത്. ഈ വിവരക്കേടിനും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തുക. കാരണം ഇന്ന് അവർ ഫയലുകൾ മുക്കി, നാളെ അവർ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവകാശങ്ങൾ തന്നെ മുക്കിക്കളയും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.